സെനറ്റസ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് ഈശോ കൊടുങ്കാറ്റിനെ ശാസിക്കുന്നതാണ്. കടലിനെയും കാറ്റിനെയും ശാസിക്കുന്ന തമ്പുരാന്റെ ഒരു ചിത്രമാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയും ശിഷ്യന്മാരും കൂടിയിട്ട് ഒരുമിച്ച് വഞ്ചിയിലെ യാത്ര ചെയ്യുന്നു. ഇടയ്ക്ക് കടൽ ക്ഷോഭിക്കുന്നു. ശിഷ്യന്മാരെ പേടിച്ച് വിറച്ച ശിഷ്യന്മാര് ഈശോയെ ഉണർത്തുന്നു. ഈശോ എണീറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. പിന്നാലെ ശിഷ്യന്മാരെയും ശാസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ച് ശിഷ്യന്മാരെയും ഈശോ വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ ലേഖനം മാത്രം പത്രോസിലേ പറയുന്ന ഒരു കാര്യം. പത്രോസിലേ പറയുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പത്രോസിലേക്ക് എവിടുന്നാണ് ഈ ഒരു ആശയം ലഭിച്ചതെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇന്നത്തെ സുവിശേഷത്തിന്റെ ആ സംഭവത്തിൽ നിന്നായിരിക്കും. കാരണം സുവിശേഷത്തെ നമ്മൾ വായിച്ചു കേട്ടത് ശിഷ്യന്മാർ തങ്ങളുടെ ആകുലതകളെല്ലാം ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ വിളിച്ചുണർത്തി ഈശോയോട് പറയുന്ന കാര്യങ്ങൾ കർത്താവിനോട് പറയുമ്പോഴാണ് അവരുടെ ഉത്കണ്ഠകളെല്ലാം തീരുന്നത്. ഈശോയെ വിളിച്ചെണീപ്പിക്കുന്നു. ഒരു 2-3 സെക്കൻഡിനുള്ളിൽ ഉത്കണ്ഠകളെല്ലാം തീരുകയാണ്. അവരിങ്ങനെ അത്ഭുതപ്പെട്ട് പറയുകയാണ്, ഇവൻ ആരാണ്, കാറ്റും കടലും എല്ലാം ഇവനനുസരിക്കുന്നല്ലോ എന്ന് പറയുകയാണ്. ഇതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് പത്രോസിലെ പിന്നീട് വിശ്വാസികൾക്കായിട്ട് എഴുതുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് എഴുതുകയാണ്. നമ്മൾ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ പത്രോസിലെ പറയുന്ന ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ ജീവിതത്തിലെ ടെൻഷനുകളെല്ലാം ദൈവത്തെ ഏൽപ്പിച്ച് ദൈവം നമ്മുടെ കാര്യം നോക്കിക്കോളും എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും